ഞാൻ കുറച്ച് കാര്യങ്ങൾ മലയാളത്തിൽ സംസാരിക്കാൻ പോവുകയാണ്. ഭരണകൂടങ്ങൾ പൊതുവെ വിപ്ലവകാരികളെ ഇല്ലാതാക്കും. പക്ഷേ ചൂഷണത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഭരണകൂടങ്ങൾക്ക് അത് തകർക്കാൻ പറ്റില്ല. അത് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം പുതിയ പുതിയ വിപ്ലവകാരികൾ ഉണ്ടാവും, പുതിയ പുതിയ വിപ്ലവങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈയിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങൾ, പിന്നെ വിപ്ലവങ്ങൾ, പിന്നെ ഇപ്പോൾ കാണുന്ന ഒരുപാട് സോഷ്യൽ മീഡിയകൾ ഒക്കെ ചില സമയങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളെല്ലാം മനുഷ്യനല്ലേ? നമ്മൾക്കൊക്കെ എവിടെയാണ് ആധ്യാത്മികത ഇല്ലാതെ ആയിപ്പോയത്? എവിടെയാണ് മനുഷ്യനും മനുഷ്യത്വം ഇല്ലാതായി പോയത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം ഗോസിപ്പുകളുടെ ഉലകമായി പോയി ഈ നാടിപ്പോൾ. ആരെ എവിടെ കൊടുക്കണം, എന്തിനു കൊടുക്കണം, എന്തിനു വേണ്ടി അവരെ വിമർശിക്കണം എന്നുപോലും ചിന്തിക്കാതെ പല വിധത്തിലുള്ള വിമർശനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. അവരെന്ത് പറഞ്ഞു, എന്തുകൊണ്ട് പറഞ്ഞു, എന്തിനാണ് പറഞ്ഞത്, ഇൻറ്റൻഷൻസ് ഉണ്ടോ, ഇൻറ്റൻഷൻസ് ഇല്ലയോ, ഇതൊക്കെ ഒരു പഠിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് അത് കേട്ടാൽ തന്നെ മനസ്സിലാവും. ഞാനിപ്പോൾ ഇത് എന്താണെന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കടന്നു പോകുന്നുണ്ട്, നമ്മളെല്ലാവരും ന്യൂസ് കേൾക്കാറുണ്ട്. അപ്പോൾ വിമർശനം എന്നുള്ളത് വായിൽ എന്തു വന്നാലും പറയാം എന്നുള്ളതായി തീർന്നിരിക്കുകയാണിപ്പോൾ. പിന്നെ എവിടെയാണ് ഈ പാമ്പ് പൊത്തി നിന്ന് എപ്പോഴാണ് വന്ന് കൊത്തുകയെന്നറിയില്ല. ഇതൊക്കെ സംഭവിക്കുന്നത് നാട്ടിൽ എവിടെ നിന്നാണെന്ന് പോലും നമുക്കറിയുന്നില്ല. അത്രയ്ക്ക് അധപ്പതിച്ചു പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് എൻ്റെ ഒരു തോന്നലായിരിക്കാം. എന്നാലും ഞാൻ പറയുകയാണ്, ചില സമയങ്ങളിൽ വേദന മാത്രമാണ് കാണുന്നത്. നമ്മുടെ രാജ്യം എന്തൊക്കെ വിധത്തിൽ അഭിവൃദ്ധിപ്പെടണം, എന്തൊക്കെ ആവണം, എന്തൊക്കെ ആവാം, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലിപ്പിച്ചൂതിച്ച് എല്ലാവരും കാശുണ്ടാക്കുന്ന ഒരു പശ്ചാത്തലമായി മാറിയിരിക്കുകയാണെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ന്യായങ്ങൾ കണ്ടെത്താൻ പറ്റുമോ എന്നും അറിയില്ല. പക്ഷേ അന്യായങ്ങളെ ഒന്ന് തട്ടി ചോദിക്കാം എന്നൊരു അവകാശം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? നമസ്കാരം.